ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഘു, നേരത്തെ തോട്ടപ്പള്ളിയിലെ അവസ്ഥ രഘു വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ പാലം ഉയർത്താനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളിയിൽ പുതിയ പാലം പണിയുന്നുണ്ട്. ആ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആവശ്യമായി തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമാന്തരമായ ഒരു താൽക്കാലിക പാലം, ചെറിയ ഇരുമ്പ് തകിടൊക്കെ കൊണ്ട് ഒരു താൽക്കാലിക പാലം പണിതിരുന്നത്. ആ തൊഴിലാളികൾ നിൽക്കുന്ന താൽക്കാലിക പാലത്തിലാണ്. ആ താൽക്കാലിക പാലം അവിടെ ഉള്ളതുകൊണ്ട് ഇതുപോലെ കിഴക്കൻ വെള്ളത്തിനോടൊപ്പം വരുന്ന മാലിന്യങ്ങൾ ഈ താൽക്കാലിക പാലത്തിൽ കെട്ടി നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിന്റെ നീരൊഴുക്ക് കുറവായിരുന്നു. രാവിലെ MLA അടക്കം സ്ഥലത്തെത്തി ഇവിടെ ദേശീയപാത നിർമ്മാണത്തിലെ കരാറുകാരോടൊക്കെ സംസാരിച്ച് ജില്ലാ കളക്ടറോടൊക്കെ സംസാരിച്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെ പാലം ഒരു 200-300 മീറ്ററോളം വരുന്ന നീളത്തിലുള്ള ആ ഒരു ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ പാലം മുറിച്ച് മാറ്റിയത്, താൽക്കാലികമായി മുറിച്ച് മാറ്റിയത് പുതിയതായി നിർമ്മിച്ച പാലത്തിലേക്ക് വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതേപോലെ 2-3 സ്ഥലത്തു കൂടി നിർമ്മിക്കുമ്പോൾ നീരൊഴുക്ക് സുഗമമാകും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതീക്ഷ. നമുക്കങ്ങ് ദൂരെ കാണാം, അങ്ങൊരു മണ്ണുമാന്തി യന്ത്രം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മണ്ണുമാന്തി യന്ത്രം നിൽക്കുന്ന സ്ഥലത്താണ് തോട്ടപ്പള്ളി പൊഴിയുള്ളത്. ആ പൊഴിയുടെ ഒരു 100-400 മീറ്ററോളം മുറിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം LDF സർക്കാർ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് ആ പൊഴി പൂർണ്ണമായി മുറിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കരിമണൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊഴി മുറിക്കുന്നതെന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെ പൊഴി പൂർണ്ണമായി മുറിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ആ പൊഴി കുറച്ചുകൂടി മുറിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി വീതി കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വെള്ളക്കെട്ട് ഒരു പരിധി കൂടിയെങ്കിലും കുറയ്ക്കാമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. BJPയുടെ ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി എന്നോടൊപ്പം ഉണ്ട്. ഈ പൊഴി മുറിക്കുന്നതിൽ കുറച്ച് വീഴ്ച പറ്റിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘം ഇന്ന് രാവിലെ ആ പൊഴി സന്ദർശിച്ചിരുന്നു. വളരെ അശാസ്ത്രീയവും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെ പ്രവൃത്തിയാണ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കാണാം, ഈ മുഴുവൻ ഷട്ടറുകളും തുറന്നു ചെല്ലുന്ന വെള്ളം പോകുന്നത് ആകെ 100 മീറ്റർ ഗ്യാപ്പിൽ കൂടിയാണ്. ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ് പമ്പയിൽ നിന്നും മണിമലയാറ്റിൽ നിന്നും അച്ചൻകോവിലാറ്റിൽ നിന്നും ഒഴുകി വരുന്ന ഗ്യാലൻ കണക്കിന് വെള്ളം പോകേണ്ടത് 100 മീറ്റർ കുപ്പിക്കഴുത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കൂ, അതും ഏറ്റവും കൂടുതൽ പ്രതിഷേധം കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉയർത്തിയതിന് ശേഷമാണ് അത് തുറക്കാൻ തീരുമാനിച്ചത്. ആ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ആകെ 3 JCB ഉപയോഗിച്ചാണ് ആ മണ്ണ് മാറ്റിയത്. ആ 3 JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ തുടങ്ങിയാൽ 1.5 മാസം കഴിഞ്ഞാലും ഈ പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചൊരു ആരോപണം മണ്ണ് വേണ്ടിയാണ് അങ്ങനെ നീക്കുന്നതെന്നുള്ളതാണ്. അല്ല, നീക്കം ചെയ്യുന്ന മണ്ണ് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പോലീസ് സേനയെ പിരിച്ചുവിടട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കാൻ പറയും, BJP ഏൽപ്പിക്കാൻ പറയും, ഞങ്ങൾ അതിന് സുരക്ഷ ഒരുക്കാം. നിങ്ങൾ എത്ര ലോഡ് മണൽ അവിടെ കൂട്ടിയിട്ടാലും ഒരാൾ എടുത്തോട്ട് പോകാത്ത രീതിയിൽ BJP അതിന് സുരക്ഷ ഒരുക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പോലീസിന് പറ്റില്ലെങ്കിൽ പറയണം, സംസ്ഥാന സർക്കാരിന് പറ്റില്ലെങ്കിൽ പറയും. ഇത്രയും നാണം കെട്ട ഒരു വിശദീകരണമാണ് സർക്കാർ തരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം ആയിരക്കണക്കിന് ജനങ്ങൾ ജീവന് വേണ്ടി താഴ്പ്രദേശങ്ങളിൽ നെട്ടോട്ടം ഓടുകയാണ്. ആ സമയത്താണ് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ സംസ്ഥാന സർക്കാർ പ്രതികരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ തന്നെ ഇവിടെ വലിയൊരു സമരപരിപാടി ആസ്വദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അല്പസമയം മുമ്പ് CPMന്റെ നേതൃത്വത്തിലും അവിടെ ഇറിഗേഷൻ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ, ഈ പൊഴിയിലൂടെ വേണം കുട്ടനാട്ടിലെ മഹാഭൂരിഭാഗവും കിഴക്കൻ വെള്ളവും കടലിലേക്ക് ഒഴുകിപ്പോകാൻ. ആ ഒഴുക്കിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു തടസ്സം നേരിട്ടാൽ അത് കുട്ടനാട്ടിലുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. എന്തായാലും ഭരണകൂടം, ഭരണ സംവിധാനങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കുട്ടനാട് MLA സ്ഥലത്തുണ്ട്. അദ്ദേഹം ഇവിടെ നേരിട്ട് നിന്നുകൊണ്ടാണ് ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടോ മൂന്നോ ഭാഗം കൂടി മുറിച്ച് വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം കിഴക്ക് നിന്ന് വരുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിക്കളയാനുള്ള പരമാവധി വേഗതയിലുള്ള ജോലികളാണ് നടക്കുന്നത്. ഇപ്പം ഇത് മുറിച്ചപ്പോൾ കുറച്ചുകൂടെ വേഗതയായി. മുറിച്ചു, ഇനിയിപ്പം പോവും, ഒരു കുഴപ്പമില്ല, പൊയ്ക്കോളും. കാരണം അവിടെ ഇനി 2-3 ഇടത്തോടെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ഒഴുക്ക് വരും. അപ്പുറത്തും നമുക്ക് തട്ടിവിട്ടാൽ പോകും. നേരത്തെ അപ്പുറം തട്ടിവിട്ടാൽ ഇവിടെ വന്ന് നടക്കും. പോകാത്തതുകൊണ്ടായിരുന്നു നമുക്ക് വണ്ടി ഇടേണ്ടി വന്നത്. ഇനി അപ്പുറത്തൊരു ജങ്കാർ വന്നിട്ട്, ജങ്കാറിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഇത് എടുത്ത് വിട്ടാൽ മൊത്തം പോയിക്കോളും. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തന്നെ പറഞ്ഞതാണ് ഈ കാര്യം. പക്ഷേ ഇത് വിടണം, ഇത് ചെയ്താൽ പറ്റൂ. ഇതിപ്പം കണ്ടില്ലേ, ഈസിയായി. കാരണം ഇത് ആ കമ്പനിക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കട്ട് ചെയ്യണം അവർ. കാരണം ഇത് അവർ ടെമ്പററി ഇട്ടൊരു പാലമല്ലേ, നമ്മുടെ പെർമനൻ്റ് ഒന്നും അല്ലല്ലോ. അവർ പണിഞ്ഞ ഒരു പെർമനന്റ് സാധനം നമ്മൾ കട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. അവർ നടക്കുന്ന വഴി ഉണ്ടാക്കിയതാണ്. ഈ പൊഴിയുടെ വീതി ഇനി കുറച്ചുകൂടെ കൂട്ടേണ്ടി വരുമോ? കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ കണ്ടല്ലോ, രാവിലെ ഒരു മെഷീനേ ഉള്ളായിരുന്നു, ഇപ്പം 4 വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. നിലവിൽ പേടിക്കേണ്ട ഒരു ഇല്ല, കാരണം നമുക്ക് ഇവിടുന്ന് മാക്സിമം വെള്ളം പോകണം.
പിന്നെ അത് നമുക്കറിയാമല്ലോ, കിഴക്കൻ വെള്ളം കൂടുതൽ വരുവാണെങ്കിൽ അത് ഒന്ന് നമ്മുടെ കയ്യിൽ പിടിച്ചേ നിൽക്കുന്നതല്ല. നാളെ നമുക്കൊന്നേ ഉള്ളൂ, ജനങ്ങളുടെ എല്ലാവരും വിളിച്ചൊരു ആശങ്ക എന്താ, ഇവിടെ വെള്ളം ശരിക്ക് പോകുന്നില്ല. ഇപ്പോൾ അത് അവിടെയും തുറന്ന് ഇതും ക്ലിയർ ആണെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ളതല്ലേ. കാരണം വെള്ളം വന്നു, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കൂടുതൽ വെള്ളം വന്നാൽ ആ വെള്ളക്കെട്ട് വരാനും അതിനെ നമ്മൾ നേരിടാനും ജനങ്ങൾ തയ്യാറാവും. അതല്ല എങ്കിൽ ജനങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളത് തുറന്നില്ല അവിടെ ഇപ്പോഴും. കാരണം ഇവിടെ നമ്മളുമല്ല വരുന്നേ. ഇന്നലെ ഇവിടെ കുട്ടനാട്ടിലെ ആൾക്കാർ വന്ന് ഇവിടുന്ന് വീഡിയോ എടുത്ത് എനിക്ക് കിട്ടും. സാറേ ഇതാ ഇന്നോട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇന്നോട് ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നൊക്കെ ആൾക്കാർ ഇപ്പം കാവാർത്തുനിന്ന് വിളി വന്നു, സാറേ എന്തായി സാറേ അവിടെ നല്ല ഒഴുക്കുണ്ടോ. ഇത് വിളിക്കുന്നവരെല്ലാം ഒരു 60 വയസ്സിന് മേലുള്ളവരാണ്. അവർക്കറിയാം എതിലേക്കൂടാണ് ഈ വെള്ളം പോകേണ്ടതെന്നുള്ളത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒന്ന് നല്ല ആൾക്കാർ വന്ന് ആര് കണ്ടാലും, ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ സമരം, ഈ സമരങ്ങളുടെ ഒന്നും കാര്യമില്ല. ഇത് ഇവിടെ ക്ലിയർ ആണെങ്കിൽ ഇവർക്കാർക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇതിനകത്ത് ഒഴുക്കുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അവർ നോക്കുമ്പോൾ ഒരു സമരത്തിനൊരു ഒരു സാഹചര്യം. പിന്നെ ഇത് കണ്ടില്ലേ, കണ്ടാ കുത്തി എന്ത് സമയം എടുക്കും ഇപ്പം നോക്കി. അപ്പോൾ ഇതാണ് പ്രായോഗികത വേണമെന്ന് പറയുന്നത്. അപ്പം MLA രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ഒരു വേസ്റ്റ്, ആ ഒരു മാലിന്യങ്ങൾ പോയപ്പോൾ തന്നെ എത്രത്തോളം ഒഴുക്ക് കൂടി. കാരണം ഈ കെട്ടി നിൽക്കുന്ന വേസ്റ്റിന് പുറത്തൂടെ ഒരു മനുഷ്യന് നടന്നു പോകാം, അത്രമേൽ കട്ടിയുണ്ട്. ഒരു വലിയ ബെഡ് പോലെ ആയിട്ടുണ്ട് ഇത്. അങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ ഈ ജോലിക്കാരൊക്കെ ഇതുവഴി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്ര കട്ടിക്ക് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അത് മാറ്റുന്നതോടുകൂടി നീരൊഴുക്ക് കുറച്ചുകൂടി സുഗമമാവും. കുട്ടനാട്ടിലെ ഒരു പരിധിവരെ, അതായത് കുട്ടനാട്ടിൽ ഒരിക്കലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല, വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. ശരി രഘു, എന്തായാലും